ജയ് ഗുരുദേവ്. എല്ലാവർക്കും നമസ്കാരം. കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ ഓ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. യെസ്, ജയഗുരുദേവ്. നമ്മുടെ സെഷനിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ആക്ഷൻ കാണിക്കാം കേട്ടോ. ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും കേട്ടപ്പോൾ ഇത് മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിൽ തുടങ്ങില്ല, ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പോലെ. അതുപോലെ മൗനത്തിലൂടെ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. കൊള്ളാലോ, എല്ലാവരും വല്ലാതെ ഡെവലപ്ഡ് ആയല്ലോ. അതോ എൻ്റെ ഈ ഓറയുടെ പ്രഭാവത്തിൽ നിങ്ങളൊക്കെ ഇങ്ങനെ മതി മറന്നിരുന്നതാണോ? ആരെങ്കിലും പറയാൻ കേൾക്കുന്നില്ല എന്ന് പറയണം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, ജയ് ഗുരുദേവ്. കമ്മിങ് ടു ദ പോയിന്റ്. യെസ്, ഈ പുഞ്ചിരി എപ്പോഴും വേണം. ഇപ്പം കാണുന്ന പുഞ്ചിരിയില്ലേ, ഇപ്പം ഇങ്ങനെ തമാശ പറയുമ്പോൾ അതേപോലെ പുഞ്ചിരി ഇതിൽ വേണം. ജ്ഞാനത്തിൻ്റെ എപ്പോഴും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദിസ് പോയിന്റ്. ഇവിടെ നോക്കൂ, ഇന്നത്തെ വരികളിൽ പറഞ്ഞ സമ്പത്ത്, നമുക്ക് എത്രത്തോളം സമ്പത്ത് നമ്മൾ ആർജിക്കുന്നുവോ മനസ്സ്, അത്രത്തോളം ജീവിതത്തിൽ പ്രശ്നം വരാനും സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രശ്നം വരാൻ സാധ്യതയല്ല, പ്രശ്നം തന്നെയാണ്. സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പോയിട്ട് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തണ്ട എന്ന് ആര് ഓർമ്മിപ്പിക്കണു? എന്ന് ഭഗവാനെ, സമ്പത്തില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കും. എങ്കിലും എവിടെയാണെന്നറിയോ ഇത് പ്രശ്നം വരിക? സോ ഏത് കാര്യവും പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോട് മോഹമായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഇവിടെ പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അർത്ഥം, അല്ലേ, സമ്പത്ത് അത് ആവശ്യമാണ്. അർത്ഥശാസ്ത്രം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം ആവശ്യമാണ് ജീവിക്കാൻ. വേണ്ടേ? സമ്പത്തില്ലാതെ കാര്യങ്ങൾ നടക്കുമോ? നടക്കുമോ? ഇങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് നല്ല ഫോൺ വേണമെങ്കിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കാശില്ലെങ്കിൽ ഒന്നും നടക്കില്ല, അല്ലേ? സാധാരണ ഫോൺ ഉണ്ടെങ്കിൽ പറ്റില്ല. ഫോൺ അങ്ങനെ എല്ലാത്തിനും വേണം. പക്ഷേ ഇതിനോട് അതിയായ അട്രാക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. കാമം എന്നാണ് പറയുക. സമ്പത്തിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കാമം എന്നാണ് പറയുന്നത്. ശരീരത്തിനോടുള്ള ആഗ്രഹം മാത്രമല്ല, സമ്പത്തിനോടും വസ്തുക്കളോടും അതിയായ അട്രാക്ഷൻ, അത് വേണം 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 എന്നുള്ള എന്താ പറയുക, ഒരു ഫീവറിഷ്നെസ്, ജ്വരം, അതും കാമമാണെന്ന് പറയും. ഇതെവിടെ എത്തിക്കും? അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂട്ടുകയും നമുക്ക് ജീവിതത്തിൽ ദുരിതവും ദുഃഖവും ഉണ്ടാക്കുകയും ചെയ്യും. സ്വന്തം മക്കൾ പോലും, എന്ന് വെച്ചാൽ സ്വന്തം മക്കൾ പോലും ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കി. അല്ലെങ്കിൽ പലവരുടെയും ജീവിത അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഗൾ ഭരണകാലത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു ഭരണാധികാരി, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന് ജയിലിലാക്കി അദ്ദേഹത്തിൻ്റെ മകൻ. എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാജ്യഭരണവും അതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട്, അല്ലേ? അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ബന്ധുക്കളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയാൽ തന്നെ അറിയാം, അല്ല, ആരെങ്കിലും മരിക്കാനായി കഴിഞ്ഞാൽ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അടി അറിയാമല്ലേ? അറിയില്ലേ? ഉണ്ടോ? എനിക്കാണ്, ഇത് നിനക്കാണ്. ഇനി മരിക്കാൻ കിടക്കുന്ന ആൾ മരിക്കാൻ പോലും സമാധാനത്തിൽ മരിക്കാൻ പോലും നമ്മൾ സമ്മതിക്കില്ല. നമ്മളല്ല, ആളുകൾ സമ്മതിക്കില്ല. ആ, അല്ലേ? ആണോ അല്ലയോ? ഇനി മരിക്കാൻ കിടക്കുന്ന ആളുടെ കഴുത്തിൽ ചെയിൻ ഉണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് അയച്ചു തരാൻ ആൾ സമ്മതിക്കുമോ?
സമ്മതിക്കോ? ഇൻ കേസ് ഐ സിയുലേക്ക് പോകുമ്പോൾ, ഐ സിയുലേക്ക് കൊണ്ടുപോകുമ്പോൾ കയ്യിലും കഴുത്തിലുമുള്ള സാധനം അഴിച്ച് ഒരാളുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ടില്ല, എങ്കിലും പോണ ആളുകളുടെ മുഖമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും? വിശ്വാസം ഉണ്ടാവുമോ? അപ്പോൾ ഈ സാധനം ആവശ്യത്തിനാണ്, ഇത് ഇവിടെ ജീവിക്കാൻ ആവശ്യമാണ്. അതിനനുസരിച്ച് നമുക്കിവിടെ എല്ലാം വേണം. നമുക്ക് സുഖപ്രദമായി ജീവിക്കണം, നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം. പക്ഷേ ഇത് നമുക്ക് ഭാരമായി വരാൻ സാധ്യതയുണ്ട്. സമ്പത്തിൻ്റെ പുറകിൽ അത് മാത്രമാണ് സത്യം. നോക്കൂ, കാശില്ലെങ്കിൽ പുല്ല് വിലയാണ് എന്ന് എല്ലാവരും പറയും അല്ലേ? ആണോ അല്ലയോ? അത് പറയും. കാശ് വേണം. പക്ഷെ കാശ് മാത്രം പോരാ. കാശേ തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ജീവിതം ദുരിതവും ദുഃഖവും അവസാന ഘട്ടത്തിൽ അനുഭവിക്കും. അതാര് പറഞ്ഞു എന്ന് വെച്ചാൽ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണോ നെപ്പോളിയൻ ബോണപ്പാർട്ടാണോ അദ്ദേഹമാണെന്ന് അറിയില്ല. ഈ രണ്ട് പേരിൽ ആരോ ഒരാൾ പറഞ്ഞു, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ കൈ ശവമഞ്ചലിൽ എന്നെ കൊണ്ടുപോകുമല്ലോ. ഇപ്പോഴൊക്കെ ആംബുലൻസ്, പണ്ട് ഇങ്ങനെ ശവമഞ്ചലിലായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ രണ്ട് കൈകളും പുറത്തിട്ടിട്ട് കൊണ്ടുപോകണം. ലോകം കീഴടക്കിയ ഭരണാധികാരി ചക്രവർത്തി വെറും കൈയോടെ പോണത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഒരാൾ പറഞ്ഞു, അതേ തന്നെ ഈ വ്യക്തിയാണോ വേറെ ആളാണോന്ന് അറിയില്ല, 1000 വൈദ്യന്മാരുടെ ഇടയിൽ ഇതാ ഞാൻ മരിക്കണു. ജീവൻ നിലനിർത്താൻ പറ്റുമോ? അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ, നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, കഠോപനിഷത്തിലെ കാര്യങ്ങൾ വളരെ പ്രാധാന്യമാണ് അല്ലേ? നച്ചികേതസിനോട് ചോദിച്ചു, നിനക്ക് എത്ര നവരത്നം വേണം? നവരത്നങ്ങളുടെ ശേഖരം തരാം അല്ലേ? കുതിരവണ്ടിയോളം ജ്വൽസ്, എന്താണ്, ആഭരണങ്ങൾ തരാം, സമ്പത്തിൻ്റെ എല്ലാം തരാം. അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധി എവിടെയായിരുന്നു? നമ്മളാണ് ആ പറയണ കേൾക്കണ സമയത്ത് അപ്പോൾ തന്നെ ഗൂഗിൾ എടുത്തിട്ട് നോക്കും സ്വർണ്ണ വില എത്രയാണ് ഇന്നത്തെ. ഒരു വണ്ടിയിലാണെങ്കിൽ എങ്ങനെ 1 ടണ്ണ് കാണുമല്ലോ അല്ലേ? 1 ടണ്ണ് സ്വർണം കാണുമല്ലോ. അപ്പോൾ അതിന് എത്ര വരുന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. യമൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വിസ് ബാങ്കിൽ അത്ര, ഇത് ഇത്ര, അപ്പോൾ ഇത് മതി ചോദിച്ചാൽ പിന്നെ മതി മതി മതി. എന്തായാലും ഇത്ര വലിയൊരു യമധർമ്മ രാജനല്ലേ, നിങ്ങൾക്ക് ഇല്ലാത്ത അറിവ് നമ്മൾക്കാണോ, നിങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിഷേധിക്കുന്നില്ല. എന്നാൽ പിന്നെ അത് കൊറിയർ ചെയ്യൂ, വളരെ നന്നായിട്ട് ചെയ്യൂ. ഇൻകം ടാക്സിൻ്റെ പ്രശ്നം ഒരുപാടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഇത് സ്വർണ്ണക്കടത്ത് ഒരുപാട് പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം കൂടെ നിങ്ങൾ ചെയ്തു തരണമെന്ന് ആരോട് പറയും? നചികേതസിന് പകരം നമ്മളാണെങ്കിൽ യമധർമ്മനോട് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ തെറ്റല്ല, നമ്മളുടെ ആധ്യാത്മിക പക്വതയുടെ കുറവാണ്. ലോകത്ത്, ഈ ലോകം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് സമ്പത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകം എന്ന് എല്ലാവരും വിശ്വസിച്ച് അതിൻ്റെ പുറകിൽ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും നാട് ഓടുമ്പോൾ നമ്മൾ നടുവേ ഓടും. നടുവേ ഓടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ശരിയാണോ? ഞാൻ പറഞ്ഞത് വാസ്തവമല്ലേ? അല്ലേ? യെസ്, ഇത് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് വേണം? ഈ സത്യം അറിയുകയും വേണം, പക്ഷെ അതിൻ്റെ ട്രാപ്പിൽ പെടാനും പാടില്ല. മനസ്സിനെ ആ തരത്തിൽ പാകപ്പെടുത്തി പക്വപ്പെടുത്തി വെച്ച് ഇരിക്കണം. അല്ലെങ്കിൽ ആ ട്രാപ്പിൽ നമ്മളും പെട്ട് അവസാനം ഈ ജന്മം വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ജപിക്കണം. അയ്യോ, അയാൾ വളരെ ബിസിനസ്സുകാരനാണ്, അയാൾക്ക് ഒരു നിമിഷം സമയമില്ല, ആകെ തിരക്ക് പിടിച്ച കച്ചവടം, 1 മണിക്കൂർ മാറി നിന്ന് കഴിഞ്ഞാൽ ഇത്ര നഷ്ടമാണ് എന്ന്. എൻ്റെ ചെറിയളിയനോട് ചേച്ചി ഒരു സെൽഫി എടുക്കൂ വരൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി, ഈ സെൽഫി എടുക്കുന്ന നേരം കൊണ്ട് ഞാൻ 2000 രൂപ ഉണ്ടാക്കും പറഞ്ഞു. ചെറിയ അത് കുറച്ച് സമ്പത്തിനോട് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ്. എങ്ങനെയാണ്? ഈ സെൽഫി എടുക്കുന്ന നേരം ഞാനിവിടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ ആ നേരം കൊണ്ട് ഞാൻ 2000 രൂപ ഉണ്ടാക്കും. എൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ, അപ്പം ഇതുപോലെ നമ്മുടെ മനസ്സുകൾ ഓരോ ഭാഗത്ത്, ഭഗവാനെ ഇനി ആരെങ്കിലും ഈ വീഡിയോ യൂട്യൂബിൽ കാണാതിരിക്കണേ, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടോ കുടുംബത്തിൽ? സോ എന്ത് മനസ്സിലാവണം? ഇത്ര വലിയൊരു ട്രാപ്പ് ഇതിൽ കിടക്കുന്നുണ്ട്, ഇത് അഡിക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തു ചെയ്യണം? ഇത് വേണം, പക്ഷേ ഇതിൽ ഞാൻ വീണു പോകരുത്. എന്ത് സഹായിക്കും? ജപം മാനസിക പക്വത ഉണ്ടാക്കും ഇതിന്.
ഈ ലോകത്ത് ഒരു സാധനവും ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും തരാൻ പറ്റാത്തത്ര സെക്യൂരിറ്റി, ശാന്തി, സന്തോഷം, സുഖം, പരമാനന്ദം എന്തിനു തരാൻ പറ്റും? ആധ്യാത്മിക പ്രക്രിയയിൽ ഉച്ചഘട്ടത്തിൽ അല്ലെങ്കിൽ വളരെ ടോപ്പിൽ നിൽക്കുന്ന ഈ ജപത്തിന് തരാൻ പറ്റും. 5000 ഇന്ന് ജപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരാണ്, യെസ്, മല്ലിക ആൻറ്റി എനിക്ക്, സാറേ ഞാൻ 5000 ഇന്ന് ജപിച്ചു കേട്ടോ. എനിക്ക് കേൾക്കാൻ വല്ലാത്ത സന്തോഷമുണ്ട്. സങ്കടമല്ല, സന്തോഷമുണ്ട്. എല്ലാവരോടും ഞാൻ പറയണ്ട, ജപിക്കുന്നവരോടൊക്കെ ഞാൻ എങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് അയച്ചപ്പോഴേ അതൊരു അച്ചീവ്മെൻ്റ് ആണ്. ജപിക്കുന്നവർക്കൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. തമാശക്കല്ല കേട്ടോ. നിങ്ങൾ ഒരു ജപം ഒരു പ്രാവശ്യമെങ്കിലും ഇന്ന് നമഃശിവായ പഞ്ചാക്ഷരം ഒരു ജപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആശംസകൾ പറയാണ്. എനിക്ക് അഭിമാനം എന്തെന്ന് വെച്ചാൽ ഞാൻ കാരണം ആരെങ്കിലുമൊക്കെ ജപിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അത്ര പോലും ചിലപ്പോൾ എനിക്ക് ജപിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഇരുന്നിട്ട് ഓരോ ഇതിൽ എങ്കിലും ഞാൻ ജപിക്കും പറ്റുന്നത്രയൊക്കെ. എൻ്റെ കൈയും കണക്കൊന്നുമില്ല, എൻ്റെ മെഷീനൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. മെഷീൻ ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നു. ഇവിടെ മെഷീൻ നോക്കിയപ്പോൾ 3500 കുറവിലൊരു മെഷീൻ കാണില്ല. അത് ഇവിടെ ഇസ്ലാമിസ് അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ പള്ളിയിൽ സമയമാകുമ്പോൾ അതിൽ മെസ്സേജ് വരും, ടിങ് 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 എന്ന് വെച്ചിട്ട്. അങ്ങനെ എനിക്ക് പിന്നെ മാല എടുത്ത് ഇവിടെ നടക്കാനും പറ്റില്ല. ഓക്കെ, എങ്കിലും ഞാൻ ജപിക്കും. അതായത് 3 ഘട്ടമുണ്ട് കേട്ടോ. ഒരു ജപത്തിൻ്റെ ഒരു ഘട്ടമാണ്. ഒരു ഘട്ടം നമ്മൾ ഫിസിക്കലി ജപിച്ചുകൊണ്ടിരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ജപം സംഭവിക്കുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എല്ലാത്തിലും നമ്മളിങ്ങനെ ഇങ്ങനെ ഇത് സംഭവിക്കുന്നവരെയും മാനസിക തലത്തിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അത് കുറച്ചുകൂടെ പോകണം കേട്ടോ. കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാനസിക തലത്തിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളറിയും. അത് കുറേ ജപിക്കണം. ജപിച്ചു കഴിയുമ്പോഴാണ് ഈ സാധനം, ഈ ചില ആളുകൾക്ക് വട്ടാവുക എന്ന് പറയും, അതുപോലെയല്ല കേട്ടോ. പറഞ്ഞ ഇങ്ങനെ വട്ടാവുകയല്ല. ഇത് ഉള്ളിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കും. അതിന് നിമിഷം നമഃശിവായ ശ്വാസത്തിനൊപ്പം ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴതൊക്കെ ഇങ്ങനെ വരും. ആ ഇതിലേക്ക് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡിവൈസ് ഇല്ലെങ്കിലും ഇത് സംഭവിക്കുള്ളിലും. മനസ്സ് ചിലപ്പോൾ കളിപ്പിക്കും കേട്ടോ നമ്മളെ. ഈ കർമ്മങ്ങൾ ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ടെൻഡൻസി, അതിലും പെട്ടുപോകരുത്. അതുകൊണ്ട് കൗണ്ട് ചെയ്തിട്ട് എല്ലാവരും ജപിക്കുക. എന്തായാലും ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എല്ലാവരും. ഓക്കെ, ശരി. ഞാനിന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ് എല്ലാവർക്കും. എനിക്കൊരു ചെറിയൊരു കാര്യത്തിന് ഇപ്പോൾ പോകണം അർജൻറ്റായിട്ട്. സോ അതുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യും. ഇപ്പം നമ്മുടെ ഹോസ്റ്റ് കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി വെച്ചിരിക്കാം. എല്ലാവരും ജപിക്കാനായിട്ട് തയ്യാറാവാം. റൈറ്റ്, നമുക്കിനി ഓം നമഃശിവായ ചാൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവാം. നട്ടെല്ലാം നിവർത്തി വെച്ച് കണ്ണുകൾ അടച്ചു വെച്ച് കൈകൾ മടിമേൽ മലർത്തി വെച്ചിരിക്കാം. ശബ്ദം പുറത്ത് വന്നുകൊണ്ട് ചാൻഡിങ് ചെയ്യണം. സോ നമുക്ക് ചാൻഡ് ചെയ്ത് തുടങ്ങാം. ഓം നമഃ ശിവായ. 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 ഓം
Namah Shivaya. Om 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 Namah Shivaya.
ॐ नमः शिवाय। 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 ॐ नमः शिवाय।
ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കാം. പൂർണ്ണമായും പുറത്തേക്ക്. ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലും ശ്രദ്ധ കൊണ്ടുവരാം. ഓം കായേന വാച മനസേന്ദ്രിയേ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ ബ്ലെസ്സേഴ്സ് എല്ലാവരും ഇന്ന് ജ്ഞാനത്തിന് എത്തിയിട്ടുള്ള എല്ലാവരെയും അവരുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും അതുപോലെ സകല ചരാചരങ്ങളുടെ നന്മയും ഈശ്വര സാക്ഷാത്കാരവും മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ബ്ലെസ് ചെയ്യാം. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്.